ഹായ്, ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡിനെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓൾറെഡി നമ്മൾ ഈ ഒരു വിസയെ കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതിന്റെ പ്രോസസ്സിനെ കുറിച്ചും കൂടുതൽ ഡീറ്റെയിൽസും എല്ലാം അറിയാനായിട്ട് കാനപ്രൂവിന്റെ ജർമ്മൻ ഡോക്യുമെന്റേഷൻ ഹെഡ് വാണി മാം ആണ്. ഇപ്പോൾ ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് മാമിനോട് ചോദിച്ചറിയാം. മാം, എന്താണ് ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ്? അപ്പം അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാമോ? ജർമ്മനി ഈ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് വിസ എന്ന് പറയുന്നത് 1 വർഷത്തേക്കുള്ള ഒരു റെസിഡൻസ് പെർമിറ്റ് ആണ്. അപ്പൊ ഈ വിസ കിട്ടുന്ന ഒരാൾക്ക് 1 വർഷം വരെ ജർമ്മനിയിൽ പോയി സ്റ്റേ ചെയ്ത് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. പക്ഷെ ഇതിന്റെ ഏറ്റവും ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ 1 വർഷം അവിടെ പോയി സ്റ്റേ ചെയ്യുമ്പോൾ നമ്മളുടെ എക്സ്പെൻസസ് ഒക്കെ മീറ്റ് ചെയ്യണ വരുമല്ലോ. അപ്പൊ ജോലി കിട്ടുന്നവർ, നമുക്കൊരു പെർമനന്റ് ജോലി കിട്ടുന്നവരെ അവർക്ക് വീക്ക്ലി 20 hours വരെ പാർട്ട് ടൈം വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അത്യാവശ്യം നമ്മുടെ അവിടുത്തെ എക്സ്പെൻസസ് ഒക്കെ മീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എമൗണ്ട് നമുക്ക് ഈ പാർട്ട് ടൈം ചെയ്തിട്ട് കിട്ടുകയും ചെയ്യും. അതേസമയം നമുക്ക് അവിടെ ഒരു പെർമനന്റ് ജോലിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാനും പറ്റും. അപ്പൊ ഇപ്പോ ജർമ്മനിയിലേക്കുള്ള ഒരു എൻട്രി വളരെ ഈസി ആയിട്ട് പറ്റുന്ന ഒരു വിസ ആണ് ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറയുന്നത്. ഓക്കെ മാം, അപ്പം ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് വിസയ്ക്കുള്ള എലിജിബിലിറ്റി റിക്വയർമെന്റ്സ് എന്താണെന്നൊന്ന് പറയാമോ? എലിജിബിലിറ്റി റിക്വയർമെന്റ്സ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് 3 കാര്യങ്ങളാണ് മാൻഡേറ്ററി ആയിട്ട് പറയുന്നത്. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ. പിന്നെ അതുപോലെ നമുക്കൊരു ലാംഗ്വേജ് റിക്വയർമെന്റ് വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ഫണ്ട്, പ്രൂഫ് ഓഫ് ഫണ്ട് കാണിക്കണം. ഇത് 3ഉം മസ്റ്റായിട്ടും മീറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഇതിനു വേണ്ടി ട്രൈ ചെയ്യാം. അങ്ങനെ മീറ്റ് ചെയ്യുന്ന ഒരാൾ പിന്നെ നോക്കേണ്ടത് ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ് സിസ്റ്റം ബേസ്ഡ് ആണ്. 6 പോയിന്റ്സ് മീറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഓപ്പർച്യൂണിറ്റി കാർഡിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അതെന്താണ് ഈ റെക്കഗ്നീഷൻ കൊണ്ട് മാം ആക്ച്വലി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരാളുടെ ക്വാളിഫിക്കേഷൻ റെക്കഗ്നൈസ്ഡ് ആണോ എന്ന് എങ്ങനെയാ ചെക്ക് ചെയ്യാന്ന് വിചാരിച്ച്, ജർമ്മൻ ഗവൺമെന്റ് ഒരു അനബിൻ എന്ന് പറഞ്ഞൊരു ഡാറ്റാബേസ് അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മളുടെ ക്വാളിഫിക്കേഷനും നമ്മൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനും ചെക്ക് ചെയ്യാൻ പറ്റും. റെക്കഗ്നൈസ്ഡ് ആണോ അല്ലയോ എന്ന് ആ ഡാറ്റാബേസിൽ നോക്കിയിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ മാം പറഞ്ഞല്ലോ ലാംഗ്വേജ് കൂടെ നമുക്ക് വേണം എന്നുള്ളത്. അപ്പം അത് എങ്ങനെയാണ്, ഏത് ലാംഗ്വേജ് ആണ് എടുക്കേണ്ടത്, നമ്മൾ എത്രയാണ് അതിന്റെ സ്കോറും കാര്യങ്ങളും ഒന്ന് പറയാമോ? ഇങ്ങനെ പലർക്കും സംശയമുള്ള കാര്യം, കാരണം ജർമ്മനിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ജർമ്മൻ ലാംഗ്വേജ് മാൻഡേറ്ററി ആണോ എന്നുള്ളത് പലരും നമ്മളുടെ അടുത്ത് ഡൗട്ട് ചോദിക്കാറുണ്ട്. പക്ഷെ ഓപ്പർച്യൂണിറ്റി കാർഡിന് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അതിൽ ജർമ്മൻ ഉണ്ടെങ്കിൽ നല്ലതാണ്. അതൊരു A1 ലെവൽ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു A1 ലെവൽ ജർമ്മൻ ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. ഇല്ലെങ്കിൽ IELTS ആയാലും മതി. IELTS ഒരു 5.5 to 6 റേഞ്ചിൽ സ്കോർ ഉള്ളവർക്കും ഈ ഓപ്പർച്യൂണിറ്റി കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ജർമ്മൻ തന്നെ പഠിക്കണം എന്നില്ല, IELTS ആയാലും പറ്റും. അതും IELTS തന്നെ ജനറൽ ആണെങ്കിലും അക്കാഡമിക് ആണെങ്കിലും നമുക്ക് അക്സെപ്റ്റബിൾ ആണ്. മാം, അതുപോലെ പ്രൂഫ് ഓഫ് ഫണ്ടിന്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പം അത് എത്ര എമൗണ്ട് ആണ് വരുന്നത്? പ്രൂഫ് ഓഫ് ഫണ്ടിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു, ഇത് 1 കൊല്ലത്തെ വിസയാണ്. അവിടെ പോയി ജോലി സെർച്ച് ചെയ്യാനുള്ള വിസയാണ്. അപ്പൊ നമ്മൾ ആ 1 year അവിടെ സ്റ്റേ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന എക്സ്പെൻസസ് എത്രയാ വരുന്നത്, അതിനനുസരിച്ച് ഒരു എമൗണ്ട് വേണം നമ്മൾ കൊണ്ടുപോകാൻ. അത് ഏകദേശം ജർമ്മൻ ഗവൺമെന്റ് പറയുന്നത് ഒരു ഇന്ത്യൻ റുപ്പിയിൽ പറയുകയാണെങ്കിൽ ഒരു 12 lakhs ഒക്കെ അടുത്ത് വരും. പിന്നെ എന്താ വെച്ചാൽ ഈ പാർട്ട് ടൈം ജോലി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് കൂടി നമ്മൾ പറഞ്ഞല്ലോ. ഇൻ കേസ് നിങ്ങളൊക്കെ അവിടെ എത്തി ഉടനെ തന്നെ ആ പാർട്ട് ടൈം ജോലി കിട്ടുകയാണെങ്കിൽ ഈ കൊണ്ടുപോകുന്ന ഫണ്ട് മുഴുവൻ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ടാവില്ല. കാരണം പാർട്ട് ടൈം ജോലി കൂടെ തന്നെ നമുക്ക് കുറച്ച് ഏൺ ചെയ്യാൻ പറ്റും. അപ്പൊ അതും ഒരു ഹെൽപ്പ് ആയിരിക്കും നമുക്ക്. പക്ഷെ അവരുടെ ഒരു റൂൾ പ്രകാരം എന്ന് പറയുമ്പോൾ അവർ കാണുന്നത്, ഒരാൾ ജോലി സെർച്ച് ചെയ്യാൻ വേണ്ടി വരികയാണ്, അവർക്ക് 1 year വരെ അവിടെ താമസിക്കുമ്പോൾ വേറെ ബുദ്ധിമുട്ടുകളൊന്നും, ഫിനാൻഷ്യൽ ഒരു ലയബിലിറ്റീസ് ഒന്നും വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് 1 yearലേക്കുള്ള ഒരു ലിവിങ് എക്സ്പെൻസ് ആണ് അവര് കാണിക്കാൻ പറയുന്നത്. അതാണ് ഒരു ഏകദേശം അപ്രോക്സിമേറ്റ് ഒരു 12 lakhs അടുത്ത് വരുന്നത്. അതാണ് നമുക്ക് ആവശ്യം വരും. അതുപോലെ മാം, ഇനിയിപ്പം ഓപ്പർച്യൂണിറ്റി കാർഡ് വിസയ്ക്ക് എലിജിബിൾ ആയിട്ട് ഒരാളുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും അവർ ചെയ്യേണ്ടി വരിക? ഇപ്പോൾ ഈ നമ്മൾ കുറച്ച് മാൻഡേറ്ററി റിക്വയർമെന്റ്സ് ഒക്കെ പറഞ്ഞല്ലോ, അതെല്ലാം മീറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് വിചാരിക്കാം. നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷൻ ആണ് വേണ്ടത്. എല്ലാം നമുക്ക് ഇനിയും അഡീഷണൽ കുറച്ച് ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പൊ അതിനെല്ലാം പറ്റി കൃത്യമായിട്ടുള്ള ഒരു വിവരം, അതെങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നുള്ള ഒരു ഗൈഡൻസും അതൊക്കെയാണ് അത്യാവശ്യമായിട്ട് വരുന്നത്. അവിടെയാണ് കാനപ്രൂവിന്റെ ഒരു റോൾ വരുന്നത്. കാരണം നമുക്ക് ഓൾറെഡി ഇപ്പൊ ഒരു 4 വിസ കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ഇതിന്റെ എല്ലാ പ്രോസസ്സും കൃത്യമായിട്ട് എങ്ങനെ ചെയ്യണം, എല്ലാ സ്റ്റെപ്പും അറിയാം. അപ്പൊ നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന ഒരാൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. സോ ഇപ്പൊ നിങ്ങൾക്ക് ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ കിട്ടി കാണും. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, അതുപോലെ അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.